കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടതാണ് അമേരിക്കയോടൊപ്പം സൗദിയും നല്ല സപ്പോർട്ടാണെന്നുള്ളത്. ഇപ്പോൾ വരുന്ന വാർത്ത വളരെ ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ്. എക്സ്പ്ലോഷൻ റോക്സ് ഇറാനിയൻ ബന്ദർ അബ്ബാസ് സ്പോട്ട് ഡാമേജസ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അഥവാ ഇറാനിലെ ബന്ദർ അബ്ബാസ് സ്പോട്ട് അഥവാ അവരുടെ തുറമുഖത്ത് വലിയ സ്ഫോടനം എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട്. അതിൻ്റെ അനുബന്ധമായി കിടക്കുന്ന റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ കേടുപാടുകൾ സംഭവിച്ചു എന്ന വാർത്തയാണ് പുതുതായിട്ട് വരുന്നത്. ആ വാർത്തയ്ക്ക് എന്ത് അടിസ്ഥാനമാണ് എന്ന് ചോദിക്കുന്നവർക്ക് കാണിച്ചു തരുന്നു. ഇന്ത്യ ടുഡേ ആണ്, ഇത് കാണാൻ പറ്റും, സെൽഫി ക്യാമറയാണ്. പിന്നെ ഇതിൻ്റെ ടൈം എപ്പാന്നുള്ളതും കൂടി പറയാം. ഇത് വാർത്ത പ്രസിദ്ധീകരിച്ചത് ന്യൂഡൽഹിയിൽ നിന്ന് അപ്ഡേറ്റ് ജനുവരി 2026 31 18:32 ഈ കാര്യം നമ്മൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരുപാട് ആളുകൾ പറഞ്ഞു ഇതെവിടെയും കണ്ടിട്ടില്ലല്ലോ. ഹബീബിങ്ങളെ, ഞാൻ നല്ല രീതിക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സ്വന്തം നിലയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ വാർത്താ പഞ്ഞൊന്നും ഇപ്പോൾ ഇല്ല. ഇഷ്ടം പോലെ വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് നമ്മുടേതായ രീതിക്ക് അന്വേഷിച്ചാൽ അത് ഓക്കെ ആണെന്ന് തോന്നുമ്പം അത് വാർത്തയായി അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അപ്രിയ സത്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പറയേണ്ടി വരും. നമുക്ക് അനുകൂലമായത് മാത്രം വാർത്തയായി വരട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ഒരു ബലഹീനതയാണ്. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരു അരക്ഷിതാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ നല്ല നല്ല വാർത്ത എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത് നമുക്ക് അനുകൂലമായത് എന്നതായിരിക്കാം. പക്ഷേ വാർത്തയ്ക്ക് അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണ്, നമ്മൾ അസഭ്യം പറയുന്നവരുടെ ആ ഫോണും ഇതിൽ തന്നെയാണ് വരിക. നമ്മളെ സന്തോഷിപ്പിക്കുന്നവരുടെ ഫോണും ഇതേ ഫോണിൽ തന്നെ വരിക. നമ്മളെല്ലാം ഇങ്ങനെ ചുവട്ടിൽ പിടിച്ച് കേൾക്കുക ചെയ്യുന്നത്. അപ്രിയ സത്യങ്ങളെ നമ്മൾ തുറന്നു പറയുമ്പം അസഹിഷ്ണുത കാണിക്കരുത് എന്ന് സാന്ദർഭികം വളരെ സ്നേഹത്തോടെ പറയുന്നു. ഇപ്പോൾ അവിടെ ഉണ്ടായ ഒരു റിപ്പോർട്ട് ഇന്ത്യ ടുഡേ ആണ് പുറത്തുവിട്ടത്. നിങ്ങൾക്ക് ഇപ്പം തന്നെ അടിച്ചു നോക്കിയാൽ കാണുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കാം. കാരണം നമ്മൾ കളവ് പടച്ചുണ്ടാക്കിയിട്ട് നമുക്കൊരു കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് ഈ വേഷം ഇട്ടിട്ട് കളവ് പറയേണ്ട കാര്യവും ഞാൻ തീരെ താല്പര്യമില്ലാത്ത ആളാണ്. കളവ് പറയുന്നവരെയും ഇഷ്ടമില്ല, കളവ് പറയാനും ഇഷ്ടമില്ല. ആക്ച്വലി പൈസക്ക് വേണ്ടിയിട്ടാണെന്നാൽ തോന്നലുണ്ടെങ്കിൽ അവരോടും പറയട്ടെ. ഞാനിത് വീഡിയോ തന്നെ തുടങ്ങിയത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുമ്പം അത് സത്യമാണെന്ന് കരുതി 50,000 40,000 60,000 ആളുകൾ അതിനനുബന്ധമായിട്ടിട്ട് എന്താ പറയുക ഗുഡ് ന്യൂസ് ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് എഴുതി പാവങ്ങൾ വിഡ്ഢികളാകുന്നത് കണ്ടപ്പോഴാണ് ഇനി നമുക്ക് കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്നൊക്കെ എടുത്ത് വാർത്തയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഭാഷയിൽ അനലൈസ് വീഡിയോ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെയാണ് ഈ വീഡിയോ ചെയ്തതും ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ദയവ് ചെയ്ത് സഹകരിക്കണം. പറ്റാത്തവർ ഈ വീഡിയോ നിർത്തി പോകാവുന്നതേ ഉള്ളൂ. കണ്ടിട്ട് പൈസ വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും ഇല്ല. ഇനി വാർത്തയിലേക്ക് പോകാം. വാർത്തയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ഈ വാർത്തയിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് നല്ല രീതിക്കുള്ള ഒരു എക്സ്പ്ലോഷൻ എവിടെ നടന്നിട്ടുണ്ടെന്ന് വെച്ചാൽ, ഇറാൻ്റെ മണ്ണിൽ എവിടെയാ ബന്ദർ അബ്ബാസ് പോർട്ടിൽ നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. എത്രത്തോളം അതിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ചോദിക്കുമ്പം വളരെ ഇൻ്റലിജൻ്റായിട്ട് തന്നെയാണ് വാർത്തകൾ കൊടുത്തത്. അതിൽ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് പറയുന്നത് അവിടുത്തെ റെസിഡൻഷ്യൽ വീടുകൾക്ക് അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റുകൾക്ക് വളരെ ഗൗരവമുള്ള അപകടം പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ കൃത്യമായി നമുക്ക് ആ സോഴ്സുകളും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതിപ്പം 6/18 വാർത്ത നമ്മളെ പുറത്തേക്ക് വന്നത്. നമ്മൾ ചെയ്യുന്നത് 7/8. എന്താണ് ഇതിൻ്റെ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് നമുക്ക് വായിക്കാം. ഇറാനിലെ തെക്കൻ തുറമുഖമായ ബന്ദർ അബ്ബാസിൽ ശനിയാഴ്ച ഒരു സ്ഫോടനം ഉണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഞാനല്ല, ഇത് പറയുന്നത് ഇന്ത്യ ടുഡേ ആണ്. ഇവരുദ്ധരിക്കുന്നത് ഇറാനിയൻ മാധ്യമങ്ങളെ ആശ്രയിച്ചാണ്. സ്ഫോടനത്തിനുള്ള കാരണം വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു റവല്യൂഷണറി ഗാർഡ് നാവിക കമാൻഡറെ സ്ഫോടനത്തിൽ ലക്ഷ്യം വെച്ചതായി ആരോപിക്കുന്ന സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണ് എന്ന അർദ്ധ ഔദ്യോഗിക തസ്നീം വാർത്താ ഏജൻസിയും പറയുന്നുണ്ട്. എന്നാൽ അതത്ര കണ്ട് നിഷേധാത്മകമായിട്ടുള്ള ഒരു വാർത്തയും ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക ഏജൻസി സ്ഥിരീകരിച്ചിട്ടുമില്ല. എന്ന് പറയുമ്പം അവിടെ ഒരു ബ്ലാസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. അത് ഒരു ഭാഗത്ത് അത് നിഷേധിക്കുന്നു. എന്നാൽ ഔദ്യോഗിക വാർത്തയായിട്ടുള്ള ഇറാൻ പ്രസ് TV അതിനെ നിഷേധിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്തിട്ടില്ല. സാധാരണ രീതിക്ക് അത് നിഷേധിക്കുകയാണെങ്കിൽ പെടുന്നനെ വിത്തിൻ സെക്കൻഡിൽ തന്നെ ഈ TVയും അതേപോലെ തന്നെ അവരുടെ മിലിറ്ററി വിഭാഗവും നിഷേധിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടായതായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് എന്ന് ഇന്ത്യ ടുഡേ പറയുന്നു. സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ പറഞ്ഞെങ്കിലും കൂടുതൽ വിവരങ്ങൾ അവരും പുറത്തുവിട്ടിട്ടില്ല. അഭിപ്രായത്തിനായി ഇറാനിയൻ അധികൃതരെ ഉടൻ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുമില്ല എന്നതാണ് ഇറാനിയൻ മാധ്യമത്തിൽ കുറിച്ചിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളും പല മാധ്യമങ്ങളും നോക്കി.
അവിടെയൊക്കെ ഉള്ള ഒരൊറ്റ സെൻറ്റൻസേ ഉള്ളൂ, ബ്ലാസ്റ്റിംഗ് ഇൻ ബന്ദർ അബ്ബാസ് ഒന്നും പറഞ്ഞിട്ടുള്ള ഒരു തുറമുഖത്തിൻ്റെ പേരാണത്. അങ്ങനെയുള്ള പല വ്യത്യസ്തങ്ങളായിട്ടുള്ള വേർഡുകളിൽ ഒന്ന് ഒതുക്കിയിട്ടുള്ള ചുരുക്ക വാർത്തയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തോ അവിടെ നടന്നിട്ടുണ്ട്, സംഭവം എന്തോ അവിടെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്ഥിരീകരണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. അവിടെ നടന്നു എന്നത് തന്നെ പറയുന്നത് ഇറാനിയൻ മാധ്യമങ്ങളാണ്. അവിടെ രണ്ട് കാര്യം നമ്മൾ ഓർക്കണം. ഇറാൻ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാക്കി വെക്കുന്ന വാർത്തകൾ നയിക്കുന്ന പത്രപ്രവർത്തകന്മാരുണ്ട്, അല്ല ഔദ്യോഗികമായിട്ടും വരുന്ന പത്രപ്രവർത്തകന്മാരുണ്ട്. ഔദ്യോഗികമായിട്ട് ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല, ഇല്ല എന്നും സ്ഥിരീകരിച്ചിട്ടില്ല, ഉണ്ട് എന്നും സ്ഥിരീകരിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ടുഡേ പോലുള്ള ഈ വാർത്ത കൊടുക്കുമ്പോൾ അവർ പറയുന്നത് ഔദ്യോഗിക ചാനലിൽ അത് സ്ഥിരീകരണത്തിൻ്റെ ഭാഗമായി വന്നിട്ടില്ല, എന്നാൽ അതില്ല എന്ന സ്ഥിരീകരണം വന്നിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ എന്തോ ഒരു ബ്ലാസ്റ്റിംഗ് നടന്നിട്ടുണ്ട്, എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഇറാൻ വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ നിൽക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് അവിടുത്തെ എല്ലാ അർത്ഥത്തിലുമുള്ള ആളുകൾ, ചാരപ്രവർത്തനവുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇനിയും ഇറാനിലുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാനുള്ള സാധ്യത അവരും തള്ളിക്കളയുന്നില്ല. അങ്ങനെയാണ് നമുക്ക് ഓരോ മാധ്യമങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഇംഗ്ലീഷിലെ ചാനലുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ അതും പറഞ്ഞു വെക്കുന്നുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കൃത്യമായ ഒരു ബ്ലാസ്റ്റിംഗ് നടന്നോ എന്ന് ചോദിച്ചാൽ ഇന്ത്യ ടുഡേ ബന്ധപ്പെട്ട ടീമൊക്കെ പറയുന്നതനുസരിച്ച് നടന്നു എന്ന് പറയുന്നു. അത് തന്നെ കൊടുക്കുന്നത് ഇന്ത്യ ടുഡേയുടെ വകയല്ല, ഇറാനിയൻ പത്രമാധ്യമങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇവർ ഈ വാർത്ത കൊടുത്തിട്ടുള്ളത്. കാത്തിരിക്കണം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. മറ്റൊന്ന് പറയാനുള്ളത്, ചാനലിനോട് താല്പര്യമുള്ളവർ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതൊരു റിക്വസ്റ്റ് മാത്രമാണ്, താല്പര്യമുള്ളവർ ചെയ്താൽ മതിയാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിരൂപണങ്ങളൊക്കെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാവുന്നതാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള അനിഷ്ടാനിഷ്ടങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റിയ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, യുദ്ധം ഉണ്ടാകും എന്നുള്ളത് പ്രമാണങ്ങളിലൊക്കെ ഉള്ളതാണ്. ഏതു കൊല്ലം എപ്പോൾ ഉണ്ടാകുന്നതേ നമുക്കറിയാത്തതുള്ളൂ. അതുകൊണ്ട് ഇറാൻ യുദ്ധം ഉണ്ടാകരുത് എന്ന് കരുതിയാൽ, ഒരാൾ മരിക്കുമെന്ന് പറയുന്ന ആളുകളാണല്ലോ നമ്മൾ, മരിക്കരുതേ എന്ന് ചിന്തിക്കുമ്പം അതിനെത്രമാത്രം അപ്രസക്തമാണ്. അതുപോലെയാണ് ഇറാൻ യുദ്ധം ഉണ്ടാകും, ഉറപ്പാണ്. ആ യുദ്ധം പ്രവചനം എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ്, അതുണ്ടാകുക തന്നെ ചെയ്യും. ദിവസങ്ങൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ ഒരു പക്ഷേ മാറിയേക്കാം, പക്ഷെ അതില്ലാതെ പോകുന്നൊരു കാര്യമില്ല. അതുകൊണ്ട് പറയുന്നു, ഈ വാർത്ത നമുക്ക് അനുകൂലമാണെങ്കിൽ സോഴ്സ് പ്രശ്നമല്ല, അനുകൂലമല്ലെങ്കിൽ അത് എവിടുന്ന് കിട്ടി എന്ന ചോദ്യവും വളരെ സ്നേഹത്തോടെ പറയട്ടെ. അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ലോക വിവരം അറിയാൻ ഈ ചാനൽ ഉപയോഗിക്കുക. കാരണം നമുക്ക് അനുകൂലമല്ലാത്തതിനെ നമ്മൾ അറിഞ്ഞു വെക്കൽ നന്നായിരിക്കും. കാരണം അതിനനുസരിച്ച് നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യണം. നിങ്ങളെ ഇത്രയും നാൾ തന്നിട്ടുള്ള എല്ലാവിധ പിന്തുണക്കും ഹൃദ്യമായ നന്ദിയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.